ഫംഗ്ഷൻ ജനറേറ്റർ ഉപയോഗിച്ച് പ്രവർത്തിപ്പിക്കുകയും ആവശ്യമായ ആവൃത്തി സജ്ജീകരിക്കുകയും ചെയ്യുക. എല്ലാവർക്കും നമസ്കാരം. ഫംഗ്ഷൻ ജനറേറ്റർ ഉപയോഗിച്ച് പ്രവർത്തിപ്പിക്കുന്നതിനും ആവശ്യമായ ആവൃത്തി സജ്ജീകരിക്കുന്നതിനുമുള്ള ഇലക്ട്രീഷ്യൻ പ്രാക്ടീസ് സെക്ഷനുകളുടെ പ്രോസസ്സാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത്. ലക്ഷ്യങ്ങൾ: ഈ സെഷന്റെ അവസാനം നിങ്ങൾ ഇനിപ്പറയുന്നവ ചെയ്യാൻ പ്രാപ്തരായിരിക്കും. ഫംഗ്ഷൻ ജനറേറ്ററിന്റെ വിവിധ നിയന്ത്രണങ്ങൾ തിരിച്ചറിയുക. ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കുകയും ആവശ്യമായ ഫ്രീക്വൻസിയും വേവ് ഫോമും സജ്ജമാക്കുകയും ചെയ്യുക. സജ്ജീകരിച്ച വേവ് ഫോമിന്റെ സമയവും ഫ്രീക്വൻസിയും CRO ഉപയോഗിച്ച് അളക്കുക. ഉപകരണങ്ങൾ: ഇൻസ്ട്രുമെന്റുകൾ 10 MHz ഓസിലോസ്കോപ്പ് ഡ്യുവൽ ട്രേസ് ഒരെണ്ണം, ഫംഗ്ഷൻ ജനറേറ്റർ ഒരെണ്ണം, AF ഓസിലേറ്റർ 20 kHz ഒരെണ്ണം. উপকরণ: প্যাচ কর্ড ഒരു ഫംഗ്ഷൻ ജനറേറ്റർ ഉപയോഗിക്കുന്നത് പരിശീലിക്കുക. ഫംഗ്ഷൻ ജനറേറ്ററിന്റെ മുന്നിലെ പാനലിലെ വിവിധ നിയന്ത്രണങ്ങൾ കണ്ടെത്തുക. ആംപ്ലിറ്റ്യൂഡ് അഡ്ജസ്റ്റ്മെന്റ് നോബ് ഏറ്റവും കുറഞ്ഞ പൊസിഷനിൽ നിലനിർത്തുക. B&C കേബിൾ CROയിലേക്ക് ബന്ധിപ്പിച്ചിട്ട് CRO പ്രവർത്തന അളവ് വ്യവസ്ഥകൾ സജ്ജീകരിക്കുക. പാച്ച് കോർഡുകൾ ഉപയോഗിച്ച് ഫംഗ്ഷൻ ജനറേറ്ററിന്റെ ഔട്ട്പുട്ട് ടെർമിനലുകളെ CROയുടെ ഇൻപുട്ട് ടെർമിനലുകളുമായി ബന്ധിപ്പിക്കുക. സൈൻ വേവ് തിരഞ്ഞെടുക്കാൻ ഫംഗ്ഷൻ സ്വിച്ച് അമർത്തുക. K എന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്ന റേഞ്ച് സ്വിച്ച് അമർത്തി 10 kHz റേഞ്ച് തിരഞ്ഞെടുക്കുക. ഫൈൻ ഫ്രീക്വൻസി ഡയലിന്റെ പൊസിഷൻ 2-ൽ സൂക്ഷിക്കുക. CROയിലെ AC/DC സ്വിച്ച് AC പൊസിഷനിൽ ഔട്ട് സജ്ജമാക്കുക. ഫംഗ്ഷൻ ജനറേറ്ററിന്റെയും CROയുടെയും പവർ ഓൺ ചെയ്യുക. ട്രേസ് സ്ക്രീനിന്റെ മധ്യഭാഗത്തായിരിക്കുന്ന വിധത്തിൽ ക്രമീകരിക്കുക. ഫംഗ്ഷൻ ജനറേറ്ററിന്റെ ആംപ്ലിറ്റ്യൂഡ് നോബും CROയിലെ വോൾട്ടുകളും ഡിവിഷനും ക്രമീകരിക്കുക. സ്ക്രീനിൽ വ്യക്തമായ സൈൻ വേവ് ലഭിക്കാൻ ചിത്രീകരണം പിൻപറ്റുക. സ്ക്രീനിൽ മതിയായ എണ്ണം പീക്കുകൾ ലഭിക്കാൻ ടൈം ഡിവിഷൻ നോബ് ക്രമീകരിക്കുക. അളവ് പീരീഡിന്റെ തുടക്കം സൗകര്യപ്രദമായ ഒരു റഫറൻസ് പോയിന്റിലേക്ക് ലംബവും തിരശ്ചീനവുമായ വരികളുടെ വിഭജന പോയിന്റ് നീക്കാൻ എക്സ് ഷിഫ്റ്റ് നിയന്ത്രണം ക്രമീകരിക്കുക. തരംഗരൂപത്തിന്റെ സമയകാലയളവ് പരിശോധിക്കുക. തിരശ്ചീന ഡിവിഷനുകളുടെ എണ്ണം എടുത്തിട്ട് അതിനെ ടൈം ബേസ് റേഞ്ച് കൊണ്ട് ഗുണിച്ചാൽ എക്കും ബിക്കും ഇടയിലുള്ള സമയം നിർണ്ണയിക്കാനാകും. ആയതിനാൽ ടൈം പീരീഡ് T = 5 × 0.01 = 0.05 മില്ലിസെക്കൻഡ് ആണ്. അതിനാൽ തരംഗരൂപമായ F = 1/T = 1/0.05 × 10⁻³ = 20 kHz ആണ്. ഫംഗ്ഷൻ ജനറേറ്ററിലെ ഫ്രീക്വൻസി റേഞ്ച് ക്രമീകരണങ്ങൾ വ്യത്യാസപ്പെടുത്തിയിട്ട് പട്ടിക 1 പിൻപറ്റുക. ഓസിലോസ്കോപ്പ് ഉപയോഗിച്ച് ഔട്ട്പുട്ട് ഫ്രീക്വൻസി പരിശോധിക്കുക. ഫംഗ്ഷൻ സ്വിച്ച് മറ്റേതെങ്കിലും തരംഗത്തിലേക്ക് സജ്ജീകരിക്കുക, ഉദാഹരണത്തിന് ചതുരം, ത്രികോണാകാരം മുതലായവ. ഒരു AF ഓസിലേറ്റർ ഉപയോഗിക്കുന്നത് പരിശീലിക്കുക. AF ഓസിലേറ്റർ മുന്നിലെ പാനലിലെ വിവിധ നിയന്ത്രണങ്ങൾ കണ്ടെത്തുക. ആംപ്ലിറ്റ്യൂഡ് അഡ്ജസ്റ്റ്മെന്റ് നോബ് ഏറ്റവും കുറഞ്ഞ പൊസിഷനിൽ നിലനിർത്തുക. B&C കേബിൾ CROയിലേക്ക് ബന്ധിപ്പിച്ചിട്ട് CRO പ്രവർത്തന അളവ് വ്യവസ്ഥകൾ സജ്ജീകരിക്കുക. സൈൻ വേവ് തിരഞ്ഞെടുക്കാൻ ഫംഗ്ഷൻ സ്വിച്ച് അമർത്തുക. 10K എന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്ന റേഞ്ച് സ്വിച്ച് അമർത്തി 10 kHz റേഞ്ച് തിരഞ്ഞെടുക്കുക.
ഫൈൻ ഫ്രീക്വൻസി ഡയലിന്റെ പൊസിഷൻ 2 സൂക്ഷിക്കുക. CROയിലെ AC, DC സ്വിച്ച് AC പൊസിഷനിൽ ഔട്ട് സജ്ജമാക്കുക. AF ഓസിലേറ്റർ CROയുടെയും പവർ ഓൺ ചെയ്യുക. ട്രേസ് സ്ക്രീനിന്റെ മധ്യഭാഗത്തായിരിക്കുന്ന വിധത്തിൽ ക്രമീകരിക്കുക. AF ഓസിലേറ്റർ ആംപ്ലിറ്റ്യൂഡ് നോബും CROയിലെ വോൾട്ടുകളും ഡിവിഷനും ക്രമീകരിക്കുക. സ്ക്രീനിൽ വ്യക്തമായ സൈൻ വേവ് ലഭിക്കാൻ ചിത്രീകരണം പിൻപറ്റുക. സ്ക്രീനിൽ മതിയായ എണ്ണം പീക്കുകൾ ലഭിക്കാൻ ടൈം ഡിവിഷൻ നോബ് ക്രമീകരിക്കുക. അളവ് പീരീഡിന്റെ തുടക്കം സൗകര്യപ്രദമായ ഒരു റഫറൻസ് പോയിന്റിലേക്ക് ലംബവും തിരശ്ചീനവുമായ വരികളുടെ വിഭജന പോയിന്റ് നീക്കാൻ എക്സ് ഷിഫ്റ്റ് നിയന്ത്രണം ക്രമീകരിക്കുക. തരംഗരൂപത്തിന്റെ സമയകാലയളവ് പരിശോധിക്കുക. തിരശ്ചീന ഡിവിഷനുകളുടെ എണ്ണം എടുത്തിട്ട് അതിനെ ടൈം ബേസ് റേഞ്ച് കൊണ്ട് ഗുണിച്ചാൽ എക്കും ബിക്കും ഇടയിലുള്ള സമയം നിർണ്ണയിക്കാനാകും. AF ഓസിലേറ്റർ ഫ്രീക്വൻസി റേഞ്ച് ക്രമീകരണങ്ങൾ വ്യത്യാസപ്പെടുത്തിയിട്ട് പട്ടിക 1 പിൻപറ്റുക. ഓസിലോസ്കോപ്പ് ഉപയോഗിച്ച് ഔട്ട്പുട്ട് ഫ്രീക്വൻസി പരിശോധിക്കുക. ഫംഗ്ഷൻ സ്വിച്ച് മറ്റേതെങ്കിലും തരംഗത്തിലേക്ക് സജ്ജീകരിക്കുക, ഉദാഹരണത്തിന് ചതുരം, ത്രികോണാകാരം മുതലായവ. ഒരു AF ജനറേറ്ററിന്റെ ഓസിലേറ്റർ ഔട്ട്പുട്ട് ഫ്രീക്വൻസി അളക്കാൻ ടാസ്ക് 1 നൽകിയിരിക്കുന്ന നടപടിക്രമം പിൻപറ്റുക. ഫംഗ്ഷൻ ജനറേറ്ററിന്റെ വിവിധ നിയന്ത്രണങ്ങൾ തിരിച്ചറിയുക. ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കുകയും ആവശ്യമായ ആവൃത്തി തരംഗരൂപവും സജ്ജമാക്കുകയും ചെയ്യുക. സജ്ജീകരിച്ച തരംഗരൂപത്തിന്റെ സമയവും ആവൃത്തിയും CRO ഉപയോഗിച്ച് അളക്കുക. നിങ്ങൾക്ക് ഈ സാങ്കേതിക പ്രക്രിയയെക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു.